നമസ്കാരം മക്കളെ, എല്ലാ മക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം. അപ്പൊ എൻ്റെ പേര് ആകാശ് എന്നാണ്. അപ്പോൾ LSS അടിച്ചെടുക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന മിടുക്കന്മാരും മിടുക്കികളാണ് എൻ്റെ കൂടെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ എക്സാം എഴുതണം. നമുക്കറിയാം ഈ വർഷം മുതൽ പല മാറ്റങ്ങളുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, LSS എക്സാമിന്റെ പേര് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. CM കിഡ്സ് സ്കോളർഷിപ്പ് എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത്, എക്സാം പുതുതായിട്ട് ഇനി പുതിയ മാറ്റങ്ങളോട് കൂടി നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ടുള്ളത്. അതുപോലെ എന്ത് ചെയ്തിട്ട് ആ പരീക്ഷയുടെ രീതിക്കും അതിന്റെ ഘടനക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും സ്കോളർഷിപ്പ് എന്തുണ്ട്, 4ാം ക്ലാസ് പഠിക്കുന്ന ആ സ്റ്റാൻഡേർഡ് 4-നകത്തുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ എഴുതാൻ വേണ്ടി എക്സാം അടിപൊളിയായി എഴുതാനും സ്കോളർഷിപ്പ് വിജയികളെ തീരുമാനിക്കുന്ന സമയത്ത് അതിനകത്ത് എൻ്റെ പേരുണ്ട് മാഷേ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് എന്ത് ചെയ്യുന്നു, ഏറെ സ്നേഹത്തോടെ എല്ലാവരും എന്ത് ചെയ്യാണ്, എല്ലാവരെയും ആദ്യം തന്നെ ആശംസിക്കുന്നു. മക്കളെ, സ്കോളർഷിപ്പിന്റെ രീതികൾക്കകത്ത് പല മാറ്റങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സ്കോളർഷിപ്പിൽ മലയാളത്തിന്റെ ഭാഗത്ത് ഏതൊക്കെ ചോദ്യങ്ങൾ, ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക, എത്ര മാർക്കിനാണ് ചോദ്യം ഉണ്ടാവുക എന്നുള്ള ഒരു തുടക്കമാണ്, ഒരു ആമുഖമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ ചോദ്യങ്ങളെ പറ്റി പറയുന്ന സമയത്ത് 10 ചോദ്യങ്ങൾ നമുക്ക് ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളായിട്ട് ഉണ്ടാവുക. നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. അതിൽ മലയാളം ഉണ്ടല്ലേ, 1ാം ഭാഷ എന്ന് പറയുമ്പോൾ അതിലെന്താ, 1ാം ഭാഷ നിങ്ങൾ പഠിക്കുന്നില്ലേ, മലയാളം ആണെങ്കിൽ മലയാളം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ സംസ്കൃതമൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, അറബിക്ക് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. അവർക്ക് 1ാം ഭാഷ അറബിക്കോ സംസ്കൃതോ അല്ലെങ്കിൽ ഉറുദു ഒക്കെ ആയിരിക്കും. അപ്പോൾ 1ാം ഭാഷയിൽ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ എന്തുണ്ടാവും, 10 ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ 10 ചോദ്യങ്ങൾക്ക് 10 മാർക്കാണ് ലഭിക്കുന്നത്. ഈ 10 മാർക്ക് 10 മാർക്ക് 1 വേർഡ് ആയിട്ടാണ് ഉണ്ടാവുക അല്ലെ. എന്താന്ന് വെച്ചാൽ ഓരോ മാർക്കിന് ഉള്ള 10 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ആ 10 ചോദ്യങ്ങൾ ഓപ്ഷൻസ് ഉള്ള ചോദ്യങ്ങളായിരിക്കും. ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാവും. ഓപ്ഷൻസിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ചതുരം കാണാം. ആ ചതുരത്തിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ പേന കൊണ്ട് ടിക്ക് ചെയ്യാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഓപ്ഷൻ എന്ത് ചെയ്യുന്നു, ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുന്ന രീതിയിലാണ് എക്സാം ഉണ്ടാവുക. അപ്പോൾ ഈ എക്സാം എങ്ങനെയാ, ഈ എക്സാമിൽ ആദ്യത്തെ 1ാമത്തെ ഭാഗത്ത് പേപ്പർ 1 എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആദ്യം ഉണ്ടാവുക. അതിനുശേഷം എന്ത് ചെയ്യും, അതിനുശേഷം വീണ്ടും എന്ത് ചെയ്യും, വീണ്ടും 2ാമത്തെ പേപ്പറിന്റെ എക്സാം നടക്കും. അപ്പൊ 2ാമത്തെ പേപ്പറിന്റെ എക്സാം നടക്കുന്ന സമയത്ത് അതിൽ മലയാളത്തിൽ എന്തുണ്ടാവും, ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽ 2 ചോദ്യങ്ങൾ ഉണ്ടാവും. 1ാം ഭാഷയിൽ നിന്ന് 2 ചോദ്യം നിങ്ങളുടെ കാണാതാ, 2 ചോദ്യങ്ങൾ 1ാമത്തെ ഭാഷയിൽ നിന്ന് ഉണ്ടാവും. 2 ചോദ്യങ്ങളിലായിട്ട് 10 മാർക്കാണ് ഉണ്ടാവുക. ഓരോ ചോദ്യത്തിനും 5 മാർക്ക് വീതം എന്ത് ചെയ്യും, 5 മാർക്ക് വീതം കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള 10 മാർക്ക് ഇവിടെയും, അതുപോലെ തന്നെ 10 മാർക്ക് ഇവിടെയും, 20 മാർക്കിനാണ് എന്തുണ്ടാവുക, മലയാളത്തിന് ചോദ്യങ്ങൾ ഉണ്ടാവുക. അതുപോലെ തന്നെ മലയാളത്തിന്റെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി തരും, കറന്റ് അഫയേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ തരും. ഇപ്പോൾ സാഹിത്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവാർഡുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ നമ്മളെ പൊതുവിജ്ഞാനത്തിനും ഒക്കെ എന്ത് ചെയ്യും, ഗുണകരമാകുന്ന രീതിയിലാണ് ഉണ്ടാവുക. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു പോകണം. ചോദ്യങ്ങൾ ഉണ്ടാവുന്ന ഒരു രീതിക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതായത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനാവുന്ന ചോദ്യങ്ങളായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത്. അതൊക്കെ എന്ത് ചെയ്തു, അതൊക്കെ മാറി. ഇപ്പോൾ ഉള്ള ചോദ്യങ്ങൾ എങ്ങനെയാ, ഇപ്പോൾ ഉള്ള ചോദ്യങ്ങൾ നന്നായിട്ട് നമ്മൾ വായിച്ച് ഉത്തരം കണ്ടുപിടിക്കേണ്ട രീതിയിലാണ് ചോദ്യം ഉണ്ടാവുക. നമ്മുടെ പരീക്ഷയിൽ നമ്മൾ എഴുതുന്ന സമയത്ത് വായിക്കാം എഴുതാന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങൾ എഴുതാറില്ലേ. ആദ്യം ഒരു കഥയോ കവിതയോ തന്നിട്ട് നന്നായിട്ട് വായിക്കുക, എന്നിട്ട് അതിന് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, ഉത്തരം പറയാ, ഉത്തരം എഴുതുക അല്ലെ. നമ്മുടെ തന്നിരിക്കുന്ന കുറിപ്പിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഉത്തരം കണ്ടുപിടിക്കും. ആ രീതിയിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. അതുപോലെ എന്ത് ചെയ്യുന്നു, നന്നായിട്ട് വായിച്ചനുസരിച്ച് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ എഴുതാൻ വേണ്ടി പറ്റുന്ന രീതിയിലാണ് ഇപ്പൊ എന്തുണ്ടാവുക, ഇപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾ മാറിയിട്ടുള്ളത്. ഇപ്പൊ ആദ്യത്തെ ചോദ്യം മാഷ് പറയാം. അറിഞ്ഞിടുമ്പോൾ അറിയാൻ നമ്മൾ കറിയാൻ ഒത്തിരി ബാക്കി. അറിഞ്ഞിടുമ്പോൾ അറിയാൻ നമ്മൾ കറിയാൻ ഒത്തിരി ബാക്കി, ഒത്തിരി ബാക്കി എന്നാണ് ആ കവിതയുടെ ബാക്കി ഭാഗം. അപ്പോ ചോദിക്കുന്നതാണ്, ഈ കവിതാശകലത്തിൽ എന്ന് പറയുന്ന കവിതയുടെ കഷ്ണത്തിൽ അർത്ഥമായി വരുന്നത് ഏത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 1ാമത്തേത്, അറിവ് നേടുമ്പോഴാണ് ഇനിയും ധാരാളം അറിവ് നേടാനുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. 2ാമത്തേത്, ഓരോ പുതിയ അറിവും മറ്റൊരു അറിവിലേക്ക് നയിക്കുന്നു. 3ാമത്തേത്, ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇനി അല്പം കൂടി മാത്രമേ പഠിക്കാനുള്ളൂ. ഒരു വിഷയം പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നതിന്റെ അളവ് കുറഞ്ഞു വരുന്നു എന്നാണ് 3ാമത്തെ കാര്യം പറയുന്നത്. ചോദിക്കുന്നത് ഇതിലേതാണ് ശരിയായ
ഉത്തരം ഇതില് ഈ ഒരു കവിതാഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇതിന്റെ അർത്ഥമായിട്ട് വരുന്നത് ഇതിലെ ആദ്യത്തെ പ്രസ്താവനയാണോ, രണ്ടാമത്തെ പ്രസ്താവനയാണോ, മൂന്നാമത്തെ പ്രസ്താവനയാണോ എന്നാണ് എന്ത് ചെയ്യുന്നത് ചോദിക്കുന്നത്. മക്കളെ ഒന്ന് വായിച്ചു വെക്കുക. അറിയുമ്പോഴാണ് എന്ത് ഇനിയും അറിയാൻ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. അതാണ് ആ വരികളുടെ ആശയം. ആ ആശയത്തോട് അടുത്ത് നിൽക്കുന്ന ഏതൊക്കെ പ്രസ്താവനകളാണ് ഇവിടെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക? നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. അറിവ് നേടുമ്പോഴാണ് ഇനിയും ധാരാളം അറിവ് നേടാനുണ്ട് എന്ന് തിരിച്ചറിയുന്നത്. ഓരോ പുതിയ അറിവും മറ്റൊരു അറിവിലേക്ക് നയിക്കുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് ഇനി അല്പം കൂടി മാത്രമേ പഠിക്കാനുള്ളൂ എന്ന് അറിയുന്നത്. അതായത് മൂന്നാമത്തെ ഓപ്ഷനിൽ മാത്രം നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ, ഒരു കാര്യം നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ആ പഠിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ആ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തീർന്നു പോവാണ് എന്നുള്ള ഒരർത്ഥമാണ് എന്ത് ചെയ്യുന്നത് മൂന്നാമത്തേൽ വരുന്നത്. അതെന്തായാലും ഈ വരികൾക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് മൂന്നാമത്തെ പ്രസ്താവന ഇത് തെറ്റാണ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ആദ്യത്തെ പ്രസ്താവന ശരിയാണ് അല്ലെ, അറിവ് നേടുമ്പോഴാണ് ഇനിയും ധാരാളം അറിവുണ്ടെന്ന് തിരിച്ചറിയുന്നത്, ഇത് ശരിയാണ്. അപ്പോ രണ്ടാമത്തത് ഓരോ പുതിയ അറിവും മറ്റൊരറിവിലേക്ക് നയിക്കുന്നു, ഇതും ശരിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് ഓപ്ഷനിൽ 1ഉം 2ഉം ശരിയാണ്, 1ഉം 2ഉം ശരിയാണ് എന്നുള്ള ഉത്തരം കിട്ടി. 2ഉം 3ഉം ശരിയാണ്, 1ഉം 3ഉം ശരിയാണ്, 1, 2, 3 ശരിയാണ് എന്നുള്ള ഉത്തരങ്ങളിൽ ഇതിൽ ഏത് നമ്മൾ സെലക്ട് ചെയ്യും? മക്കളെ നമ്മൾ ചെയ്യേണ്ടത് ഇത് എലിമിനേഷൻ മെത്തേഡിലൂടെ എന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഉത്തരത്തിലേക്ക് എത്താം. അതായത് 3 പ്രസ്താവനയും നമ്മൾ കണ്ടുപിടിച്ച് ഒരു കാര്യം തെറ്റാണെന്ന് മനസ്സിലായി, മൂന്നാമത്തെ കാര്യം തെറ്റാണെന്ന് മനസ്സിലായി. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓപ്ഷനിൽ 3 വരുന്ന എല്ലാം എന്ത് ചെയ്യടാ, എല്ലാം ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട്, 2, 3 വരുന്ന തെറ്റ് ചെയ്തു, ഇതിൽ 3 ഉണ്ട് തെറ്റിട്ട്, ഇതിൽ 3 ഉണ്ട് തെറ്റിട്ട്. അപ്പൊ 3 വരുന്ന ഒക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ശരിയായ ഒരാൾ മാത്രമേ ഉള്ളൂ, അതെത്രയാ, ഓപ്ഷൻ എ മാത്രമാണ്. 1ഉം 2ഉം ശരിയാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ ചെയ്യും. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്, ഇനിയുള്ള ചോദ്യങ്ങൾ LSSന്റെ ചോദ്യങ്ങൾ, മലയാളത്തിന്റെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആ ചോദ്യത്തിന്റെ മോഡൽ എന്ത് ചെയ്യുന്നുണ്ട്, മാഷ് തരുന്നുണ്ട്. ആ ചോദ്യത്തിനകത്ത് ഉണ്ടായിരിക്കുക. ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഒരു കാട്ടിൽ ഒരു വികൃതി കുരങ്ങൻ ഉണ്ടായിരുന്നു. മറ്റു ജീവികളെ ഉപദ്രവിക്കുന്നതാണ് അവന്റെ വിനോദം. ഒരു ദിവസം കുരങ്ങൻ ഒരു ആനയെ കല്ലെടുത്തെറിഞ്ഞിട്ട് ഒറ്റച്ചാട്ടത്തിന് അടുത്ത് കണ്ട മരത്തിൽ കയറി. ദേഷ്യം വന്ന ആന മരം പിടിച്ച് കുലുക്കി. കുരങ്ങൻ പിടിവിട്ട് താഴെ വീണു. ഒപ്പം മരത്തിലുണ്ടായിരുന്ന തേനീച്ചക്കൂടും. കൂടിളകിയ തേനീച്ചകൾ കൂട്ടത്തോടെ കുരങ്ങനെ കുത്തി. കഥയിലെ കുരങ്ങന്റെ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല് കാണണം. അപ്പൊ കഥ മുഴുവൻ വായിച്ചു, കഥയുടെ ആശയം എന്താണെന്ന് മനസ്സിലായി. കുരങ്ങൻ എന്ത് ചെയ്താണ്, കുരങ്ങൻ ആ ആനയെ ഉപദ്രവിച്ചാണ്. പക്ഷെ അതിന്റെ പണി ആർക്കെന്നെ കിട്ടി, കുരങ്ങനെ തന്നെ കിട്ടി. അപ്പൊ ഒരു ചെറിയ കാര്യം ചെയ്ത് വലിയ കാര്യം തിരിച്ചു കിട്ടിയില്ലേ, ചെറിയ പണി കൊടുത്ത് വലിയ പണി എന്ത് ചെയ്തു, തിരിച്ചു കിട്ടിയില്ലേ. ആ രീതിയിൽ അർത്ഥം വരുന്ന പഴഞ്ചൊല്ലി ഇതിലേതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എ പാത്രം അറിഞ്ഞ് വിളമ്പണം, ബി ആനക്കാര്യത്തിനിടക്ക് ചേനക്കാര്യം, സി പന്തിക്ക് മുമ്പിൽ പടക്ക് പിന്നിൽ, ഡി കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്തു. ഇതിൽ ഏത് ഓപ്ഷനാ വരിക, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? മക്കളെ ഒരു ചെറിയ കാര്യം ചെയ്ത് വലിയ കാര്യം തിരിച്ചു കിട്ടി, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് ചെയ്തു. യോജിക്കുന്ന പഴഞ്ചൊല്ല് ഏതാ, കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് ചെയ്തു എന്ന് പറയുന്ന പഴഞ്ചൊല്ലാണ്. അപ്പൊ ഈ രീതിയിലാണ് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇങ്ങനെയാണ് ഓരോ മാർക്കിന്റെ 10 ചോദ്യങ്ങൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ഇതിൽ കൂടാതെ എന്ത് ചെയ്യും, കവികളെ കുറിച്ച് ചോദിക്കാം, കൃതികളെ കുറിച്ച് ചോദിക്കാം, ഒപ്പം ഭാഷാപരമായ ചോദ്യങ്ങൾ ചോദിക്കാം, അതൊക്കെ നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ രണ്ടാമത്തെ ചോദ്യം എന്താ, രണ്ടാമത്തെ ചോദ്യം ഇതുപോലെ എന്ത് ചെയ്യും, ഡയറി, പത്രവാർത്ത, നോട്ടീസ് തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് എന്ത് ചെയ്യുക, രണ്ടാമതായിട്ട് ഉണ്ടാവുക. ഇവിടെ ഒരു ഡയറിയാണ് മോഡലായിട്ട് മാഷ് കൊടുക്കുന്നത്. ഈ ഡയറി 5 മാർക്കിന്റെ ഡയറിയാണ്. ഇങ്ങനെ ഒരു ഡയറി, ഒരു നോട്ടീസ്, അല്ലെങ്കിൽ ഡയറി ഒരു പത്രവാർത്ത, ഡയറി ഒരു കത്ത്, ഈ എന്ത് ചെയ്യാം, 2 ചോദ്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ 2 എന്ത് ചെയ്യുന്നു, 2 ഇത്തരത്തിലുള്ള വലിയ ചോദ്യങ്ങൾ, 5 മാർക്കിന്റെ ചോദ്യങ്ങളും 10 ചോദ്യങ്ങൾ ഓരോ മാർക്കിന്റെ ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ പാഠം പഠിച്ചു പോകണം. അപ്പൊ ഓരോ പാഠഭാഗത്തിന്റെ ആശയവും അത് എഴുതിയ എഴുത്തുകാരനെ സംബന്ധിച്ച് നന്നായിട്ട് അറിയണം. അതുപോലെ എന്ത് ചെയ്യുന്നു, പുതിയ തരത്തിലേക്ക് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായി എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ആയി പറയാനുള്ളത്. അപ്പൊ കേട്ടത് നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഇതുവരെ എഴുതിയിരുന്ന, നിങ്ങളുടെ ഏട്ടന്മാരൊക്കെ എഴുതിയിരുന്ന LSS പോലെ അല്ല പുതിയ CM സ്കോളർഷിപ്പ് എന്ന് പറയുന്നത്. സ്കോളർഷിപ്പ് ഏറ്റവും മികച്ചതായി എഴുതാൻ വേണ്ടി നല്ല പരിശീലനം ആവശ്യമാണ്. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോകാം. അപ്പൊ എല്ലാ ആളുകൾക്കും ഒന്നുകൂടി ഓൾ ദി ബെസ്റ്റ്. ഓക്കേടാ, വീണ്ടും കാണാം.